വാ, പറഞ്ഞത് കേട്ടോ, ഇല്ലെങ്കിലുണ്ടല്ലോ തൂക്കിയെടുത്ത് വണ്ടിയിലിടും ഞാൻ. അവൻ്റെ ആ അലർച്ച കേട്ടപ്പോൾ അവൾക്ക് എതിർക്കാൻ തോന്നിയില്ല. അവൾ പതുക്കെ ബുള്ളറ്റിൻ്റെ പുറകിൽ കയറിയിരുന്നു. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു നിമിഷം അവൾക്ക് പേടി തോന്നി. കക്ഷിക്ക് ബൈക്കിലിരിക്കാൻ ചെറിയതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി അവനോട് ചേർന്നിരുന്നു. നഗരത്തിൻ്റെ തിരക്കിലൂടെ ബുള്ളറ്റ് മുന്നോട്ട് കുതിച്ചു. കാറ്റിൽ അവളുടെ മുടി ജോണിൻ്റെ മുഖത്തേക്ക് വന്ന് തട്ടി. അവൻ ബുള്ളറ്റിൻ്റെ വേഗത കുറച്ചു. എന്തോ അവൾ അടുത്തിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് ശാന്തമാകുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞു. അവർ രണ്ടുപേരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. എങ്കിലും രണ്ടാളുടെ ഉള്ളിലും എന്തൊക്കെയോ വ്യത്യാസമായ ഫീലിങ്സ് മുട്ടുന്നുണ്ടായിരുന്നു. റോഡിലെ വെളിച്ചം അവരിലേക്ക് വീഴുമ്പോൾ ജോണിൻ്റെ മനസ്സിൽ പല ചിന്തകളായിരുന്നു. എന്തിനാണ് തൻ്റെ മനസ്സ് ഇവൾക്കായി വേദനിക്കുന്നത്? ഇവൾക്ക് വിഷമായ തനിക്കെന്താ? തന്നെ എന്തുകൊണ്ടത് ബാധിക്കുന്നത് എന്നൊക്കെയായിരുന്നു അവൻ്റെ മനസ്സിലുള്ളത്. വീടിനടുത്തെത്തിയപ്പോൾ ജോൺ ബുള്ളറ്റ് നിർത്തി. ശിഖ പതുക്കെ ഇറങ്ങി. താങ്ക്സ് ചേട്ടാ, അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനവനൊന്ന് ചിരിച്ചു. ഇനി വിഷമിച്ചിരിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാക്കും, നീ പോയി വിശ്രമിക്ക്. ശിഖ അത്ഭുതത്തോടു കൂടി നോക്കി. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ മുഖത്തിലെ വിഷമം കണ്ട് മാത്രം ഉള്ളിലെ സങ്കടം ഇയാൾ തിരിച്ചറിഞ്ഞു. അതും ഇത്ര പെട്ടെന്ന്. അത് അവൾക്ക് വിശ്വസിക്കാനായില്ല. ആ നിമിഷം അവളുടെ കണ്ണുകളിൽ അത്ഭുതവും ആരാധനയും ഒന്നിച്ചു നിറഞ്ഞു. ജോൺ അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അതേസമയം എവിടെ നിന്നോ ഒരു തണുത്ത കാറ്റ് ഇരുവരെയും തഴുകി കടന്നുപോയി. ആ കാറ്റിൽ ശിഖയുടെ മുടിയിഴകൾ അവളുടെ മുഖത്തേക്ക് പാറി വീണു. അവൾ അവ ഒതുക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ദൂരെ നിന്ന് ഒരു കാർ അമിത വേഗത്തിൽ അവരുടെ ഭാഗത്തേക്ക് പാഞ്ഞു വരുന്നത് ജോൺ കണ്ടത്. ഒരു നിമിഷം പോലും വൈകാൻ അവൻ തയ്യാറായില്ല. ബുള്ളറ്റിൽ ഇരുന്നത് കൊണ്ട് തന്നെ അവൻ മുന്നോട്ടൊന്ന് കൈ നീട്ടി ശിഖയുടെ കയ്യിൽ പിടിച്ച് മുറുക്കി. എന്നിട്ട് ഒറ്റ വലിയായിരുന്നു അവൻ്റെ അരികിലേക്ക്. ആ കാർ അവരുടെ തൊട്ടരികിലൂടെ ഹോൺ മുഴക്കിക്കൊണ്ട് മിന്നൽ വേഗത്തിൽ കടന്നുപോയി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ശിഖയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായത്. അവൾ പതുക്കെ തലയുയർത്തി നോക്കി. താൻ ജോണിൻ്റെ കൈക്കുള്ളിലാണെന്ന തിരിച്ചറിവ് അവളുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിർത്തിയതുപോലെ തോന്നിച്ചു. പെട്ടെന്ന് അവളെ തന്നിലേക്ക് വലിച്ചു പിടിച്ചപ്പോൾ ജോണിൻ്റെ ഒരു കൈ അവളുടെ ഇടുപ്പിലും മറ്റൊരു കൈ അവളുടെ തോളിലും അമർന്നിരുന്നു. അവളുടെ പഞ്ഞി പോലുള്ള ആ ഇടുപ്പിൽ അവൻ്റെ കൈ അമർന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തൊക്കെ വികാരങ്ങൾ സൃഷ്ടിക്കാൻ അത് മാത്രം മതിയായിരുന്നു. അവൻ കൂടുതൽ ശക്തിയിൽ അവിടേക്ക് ഒന്ന് പിടിച്ചു. ആ നിമിഷം അവളുടെ കണ്ണുകളൊന്ന് അടഞ്ഞുപോയി. അപകടം ഒഴിവാക്കാനുള്ള ആ തിടുക്കത്തിൽ സംഭവിച്ചതാണെങ്കിൽ പോലും ആദ്യമായാണ് അവൾ ഒരു യുവാവിനോട് ഇത്രയും അടുത്ത് നിൽക്കുന്നത്. അതിൻ്റെ അപരിചിതമായ എന്തോ ഒരു അസ്വസ്ഥത അവളിൽ ഉണ്ടായിരുന്നു. അവൾ അറിയാതെ അടഞ്ഞ കണ്ണുകൾ തുറന്ന് അവൻ്റെ മിഴികളിലേക്ക് നോക്കി. ആ നിമിഷം തന്നെ ജോണിൻ്റെ കണ്ണുകളുമായി അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നുപോയി. ആ സമയം ചുറ്റുമുള്ള ആളുകളെയോ ശബ്ദങ്ങളോ ഒന്നും അവർ കേട്ടില്ല. കുറച്ചു മുമ്പ് ഇരുമ്പിപ്പാഞ്ഞ കാറിൻ്റെ ശബ്ദം പോലും എങ്ങോ പോയി അകന്നിരുന്നു. ജോൺ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. ഭയന്നതുകൊണ്ടാവാം ശിഖയുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞിരുന്നു. കാറ്റിൽ പാറിയ മുടിയിഴകൾ അവളുടെ കവളിൽ തഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ജോണിന് ആ കണ്ണുകളിൽ നിന്ന് തൻ്റെ നോട്ടം പിൻവലിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരിയും വിരിഞ്ഞു. പിന്നെ അവൻ്റെ കണ്ണുകൾ ചെന്നെത്തിയത് അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്കായിരുന്നു. അതവനെ മോഹിക്കുന്ന പോലെ തോന്നി അവന്. ഒരു നിമിഷം, 2 നിമിഷം, സമയം തന്നെ നിശ്ചലമായതുപോലെ. സർ, ശിഖയുടെ വിറയ്ക്കുന്ന ആ ശബ്ദം ആ നിശബ്ദതയെ മുറിച്ചു കടന്നു. അവളി കേട്ടതോടെയാണ് ജോണിന് സ്വബോധം തിരികെ വന്നത്. പെട്ടെന്ന് അവൻ കൈകൾ പിൻവലിച്ച് ഒരു ചുവട് പിന്നോട്ട് മാറി. മുഖത്ത് പതിവില്ലാത്ത ഒരു വെപ്രാളം നിറഞ്ഞു. സോറി, ഞാൻ കാറ് കണ്ടപ്പോൾ പെട്ടെന്ന് വാക്കുകൾ മുഴുവൻ പറയാൻ പോലും അവന് കഴിഞ്ഞില്ല. സ്വയം ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ച ശേഷം അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് പെട്ടെന്ന് കാറ് വന്നപ്പോൾ തന്നെ പിടിച്ചു മാറ്റിയതാ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, താൻ ഓക്കെ അല്ലേ? എന്നാൽ ശരി, താൻ പൊക്കോ എന്ന് അത്രമാത്രം പറഞ്ഞിട്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ വേഗം ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ബുള്ളറ്റിൻ്റെ പതിവ് ശബ്ദം വീണ്ടും റോഡിലൂടെ മുഴങ്ങിയെങ്കിലും ഇത്തവണ അവൻ്റെ മനസ്സ് അതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം പോയിട്ടും അവൻ വ്യൂ മിററിലൂടെ പിന്നാലേക്ക് നോക്കിപ്പോയി. അപ്പോഴും അതേ സ്ഥലത്ത് നിൽക്കുകയായിരുന്നു ശിഖ.
താൻ അനുഭവിച്ച നിമിഷത്തിൽ നിന്നും ഇപ്പോഴും പൂർണ്ണമായി മുക്തയാകാതെ അവളുടെ കൈകൾ അറിയാതെ അവൻ പിടിച്ച അവളുടെ ആ വയറിലേക്ക് ചേർന്നു. അതും കൂടി കണ്ടപ്പോൾ അവൻ വേഗം ബുള്ളറ്റ് എടുത്ത് പുറപ്പെട്ടു. പുള്ളിക്കാരനും അത്ര നോർമൽ ആയിട്ടുണ്ടായിരുന്നില്ല. അതാ കാരണം. അവളുടെ ഹൃദയം ഇപ്പോഴും നിയന്ത്രണം വിട്ട് മിടിക്കുകയായിരുന്നു. ഈശ്വര, എനിക്ക് എന്താണ് സംഭവിച്ചത്? അവൾ സ്വയം ഒന്ന് ആലോചിച്ചു. അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിൻ്റെ ഞെട്ടൽ മാത്രമായിരുന്നില്ല അത്. ആദ്യമായി ജോണിൻ്റെ കരുതലിൽ ഇത്രയും അടുത്ത് നിൽക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായ എന്തോ ഒരു പുതിയ വികാരമായിരുന്നു. ഇതുവരെ ഒരിക്കലും ആരോടും തോന്നാത്ത ഒരു വികാരം. ഇപ്പോഴും അവൻ്റെ കൈയുടെ ചൂട് ശരീരത്തിലുള്ള പോലെ തോന്നി അവൾക്ക്. ഒരിക്കൽ കൂടി ജോൺ പോയ ദിശയിലേക്ക് അവൾ നോക്കി. പിന്നെ ചുണ്ടിൽ അവൾ പോലും അറിയാതെ വിരിഞ്ഞ പുഞ്ചിരിയുമായി പതുക്കെ വീടിൻ്റെ ഉമ്മറത്തേക്ക് നടന്നു. വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറിയതും ശിഖയൊന്ന് ഞെട്ടി. കൈകൾ മാറിൽ കെട്ടി വാതിക്കൽ തന്നെ നിൽക്കുകയായിരുന്നു അമ്മ കവിത. മുഖത്ത് വ്യക്തമായ പരിഭവം ഉണ്ടായിരുന്നു. എന്താ ശിഖെ, സമയം എത്രയായെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? ഇത്ര വൈകുമെങ്കിൽ നിനക്കൊന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? എത്ര പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചെന്നറിയോ? ഫോൺ പോലും എടുത്തില്ല. അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ശിഖ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ഫോണെടുത്ത് നോക്കിയപ്പോഴാണ് അമ്മയുടെ ഒരുപാട് മിസ്ഡ് കോളുകൾ. ഒരു 20 എണ്ണം ഉണ്ടാവും. ഫോൺ സൈലൻറ്റിലായതുകൊണ്ട് അറിഞ്ഞില്ല. അത് കണ്ടപ്പോൾ അവൾക്ക് കുറ്റബോധം തോന്നിപ്പോയി. അമ്മ ശരിക്കും പേടിച്ചിട്ടുണ്ടാവുമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. സോറി അമ്മ, ഓഫീസിലെ കുറച്ച് ജോലി കൂടുതലായിരുന്നു. അതിൻ്റെ തിരക്കിൽ സമയം പോയത് അറിഞ്ഞില്ല. എന്താടി നീ പറയുന്നത്? നിനക്ക് ഫോൺ പോലും നോക്കാൻ പറ്റിയില്ലേ? കവിത അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മുഖത്ത് നല്ല വിഷമമുണ്ടെന്ന് അമ്മയ്ക്കും മനസ്സിലായി. എത്ര ജോലി തിരക്കായാലും നിനക്ക് 1 മിനിറ്റ് കിട്ടുമല്ലോ മോളെ. ഞങ്ങളിവിടെ എത്ര പേടിച്ചിരുന്നെന്നറിയോ? ഇന്നത്തെ കാലമല്ലേ. അമ്മയുടെ ആദ്യം നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ ശിഖ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. പതിയെ കയ്യിൽ പിടിച്ചു. സോറി അമ്മ, ഇനി ഞാൻ ഉണ്ടാവില്ല. അതും പറഞ്ഞ് ഒരു ചെറു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ടമ്മ, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൾ പതിയെ തൻ്റെ മുറിയിലേക്ക് നടന്നു. വാതിലടയുന്ന ശബ്ദം കേട്ടതും കവിത നെറ്റി ചൊളിച്ചു. ഇതെന്താ ഇവൾക്ക് പറ്റിയത്? മുഖത്ത് അത്ര തെളിച്ചില്ലല്ലോ എന്ന്. അപ്പോഴേക്കും പത്രം വായിച്ചുകൊണ്ടിരുന്ന മോഹൻദാസ് തലയുയർത്തി ഭാര്യയെ നോക്കി. എന്തു പറ്റി? അത് കേട്ടതും കവിത അയാൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇന്നവൾ വന്നത് കണ്ടില്ലേ? മുഖം ആകെ വാടിയിരിക്കുന്നു. സംസാരത്തിലും ഒരു ഉഷാറില്ല. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നൊരു പേടി. മോഹൻദാസ് ഒരു നിമിഷം ആലോചിച്ചു. ഭാര്യ പറഞ്ഞത് കേട്ടതും എന്നിട്ട് അയാളും പറഞ്ഞു, നീ അത് പറഞ്ഞ ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. വീട് മുഴുവൻ കലബില എന്ന സൗണ്ടൊക്കെ ഉണ്ടാക്കി നടക്കുന്ന കൊച്ചാണ്.